Hello, so today I'm having virtually with us Sita Lakshmi. Sita Lakshmi is our client and she has passed in Klexaran in her first attempt. Sita Lakshmi, എങ്ങനെയുണ്ട് നമ്മുടെ റിസൾട്ട് ഒക്കെ കണ്ടപ്പോ? റിസൾട്ട് കണ്ടപ്പം എനിക്ക് സന്തോഷിക്കാൻ തോന്നുന്നതിനെക്കാട്ടിലും ഞാൻ കറങ്ങു. എനിക്ക് കിട്ടുമെന്ന് അങ്ങനെ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഇച്ചിരി ട്രൈ ചെയ്തായിരുന്നു. ഇടയ്ക്ക് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഡ്യൂട്ടിന്റെ ഇടയ്ക്കും അറ്റൻഡ് ചെയ്തു. ഒരു ക്ലാസ് പോലും മിസ് ചെയ്തിട്ടില്ല. ഇത്ര വർഷമായിട്ട് ഇത് ആഗ്രഹിച്ചിരുന്ന ഒരു റിസൾട്ട് ആണ്. 5-6 വർഷത്തിന് മുന്നേ എൻക്ലക്സ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ആ സിറ്റുവേഷൻ കാരണം പഠിക്കാൻ പറ്റില്ല. ഇപ്പം ആ റിസൾട്ട് കേട്ടപ്പം എന്റെ ലൈഫിൽ എന്നെ കൊണ്ട് പറ്റിയല്ലോ എന്ന് ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആ കാര്യത്തിനോട് നമ്മൾ ഫോക്കസ് ആയിട്ട് ഇരിക്കണം, എഫർട്ട് എടുക്കണം. അത് ഉറപ്പായിട്ട് എഫർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ കാര്യം കിട്ടത്തില്ല. അതൊരു സ്വപ്നമായിട്ട് തന്നെ അങ്ങനെ പോകും. സീതാലക്ഷ്മി എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് പറഞ്ഞപ്പോ? ഫാമിലിയുടെ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ മോളോടാണ് ഞാൻ പറഞ്ഞത്. അവളത് കേട്ടപ്പം പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. അവളുടേതായിട്ട് മനസ്സിൽ തോന്നി അമ്മ പാസ്സാവുകയാണെങ്കിൽ നമ്മളെ കാനഡ കൊണ്ടുപോകും. പക്ഷെ ഞാൻ കാനഡയിലാണ് പ്രോസസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോകലോ എന്ന് ഓർത്തിട്ടാണ് അവള് എന്നെക്കാട്ടിലും അവളാണ് പ്രാർത്ഥിച്ചത് അധികം. അപ്പൊ ഇത് റിസൾട്ട് കേട്ടപ്പോ അവള് തുള്ളിച്ചാടി പപ്പായുടെ അടുത്ത് പോയി പറഞ്ഞപ്പം പപ്പായ്ക്ക് ഇത്ര സന്തോഷമായി. എന്നാലും നീ കഷ്ടപ്പെട്ടത് നിനക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഈവനിങ് ആയപ്പം കേക്കൊക്കെ കൊണ്ടുവന്നു, കട്ട് ചെയ്തു. അങ്ങനെ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ സീതാലക്ഷ്മി എങ്ങനെയായിരുന്നു നമ്മുടെ EduIn4U N+Rn അക്കാഡമിനെ പറ്റി അറിഞ്ഞത്? സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 5 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ തന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് ഞാൻ പോകണം. സൗദിയിലാണെങ്കിൽ എന്റെ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്. അവരെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പം സൗദിയിലിരുന്ന് നമുക്ക് വേറെ എവിടെയെങ്കിലും കൺട്രിയിൽ പോവാണെങ്കിൽ നമുക്ക് ഫാമിലിയിൽ കൊണ്ടുപോകാമല്ലോ. അങ്ങനെ ഓർത്തിട്ട് ഞാൻ ഒരു ഏജന്റിനെ അന്വേഷിച്ചായിരുന്നു. അവർ എനിക്കാണെങ്കിൽ EduIn4U നമ്പർ തന്നായിരുന്നു. എൻക്ലക്സ് ക്ലാസ് ഇങ്ങനെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാം ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. അങ്ങനെ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. എന്റെ വാട്സപ്പിലോട്ട് ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പം EduIn4U ടീമാണ് എനിക്ക് അതിനകത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നായിരുന്നു. പിന്നെ അത് ഞാൻ എല്ലാം കൂടെ നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. മാമിന്റെ ഒരു സപ്പോർട്ടീവ് ആയിരുന്നു. ഒന്നും പേടിക്കേണ്ട, 100% റിസൾട്ട് ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് കാര്യമെല്ലാം ചോദിച്ചായിരുന്നു. എനിക്ക് ആദ്യം അവർ സ്ലോട്ട് തന്നത് ഈവനിങ് ക്ലാസ് ആയിരുന്നു, 7 to 9:30. അതാണെങ്കിൽ എനിക്ക് എന്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈവനിങ് ടൈമും പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരുന്ന സമയം എനിക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ കുറെ ക്ലാസ് മിസ്സാവുമായിരുന്നു. പിന്നെ ഞാൻ മാമിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒത്തിരി മിസ്സാവുന്നുണ്ട്. അത് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ. അപ്പോൾ മാം എനിക്കൊന്ന് ഓക്കെ സാരല്ല, നിങ്ങൾക്ക് ഏത് സമയമാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എനിക്ക് മോർണിംഗ് ഷിഫ്റ്റിലോട്ട് മാറ്റി. എല്ലാ സപ്പോർട്ടും എനിക്ക് എൻ്റെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തു തന്നു. ആദ്യം ഡെമോ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മുന്നേ ഈ ഡെമോ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അത് ക്ലാസ് കണ്ടു. അവര് എല്ലാ വേർഡും നമുക്ക് എങ്ങനെ ഒരു ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ അതിന്റെ ഡയറക്റ്റ് പാത്തോഫിസിയോളജി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, പിന്നെ നഴ്സിംഗ് ഇന്റർവെൻഷൻ, അങ്ങനെ ക്ലൈന്റ് ടീച്ചിങ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. ഡയറക്റ്റ് ആ ടോപ്പിക് തന്നെ നമുക്ക് പറയും. അല്ലത് ഈ നഴ്സിംഗ് ഇന്റർവെൻഷനോ അത് മാത്രം നമുക്ക് പറഞ്ഞു തരും. പക്ഷെ EduIn4U ടീം അങ്ങനെ അല്ല. ഈ ഒരു സിസ്റ്റം കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അതിന്റെ അനാട്ടമി ഫിസിയോളജി അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുവാണെങ്കിൽ മാത്രം നമുക്ക് ആ ഡിസീസ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതുപോലെ അവർ പറഞ്ഞു തന്നു. അവർ തരുന്ന നോട്ട്സിനകത്ത് ഓരോരോ ലൈനും അതും ഒരു മടിയില്ലാതെ എത്ര തവണ അത് റിപ്പീറ്റ് വന്നാലും ആ വാക്ക് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം മനസ്സിലായോ അങ്ങനെ ചോദിച്ച് നമുക്ക് പഠിപ്പിക്കുമായിരുന്നു. അപ്പം അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ് ജോയിൻ ചെയ്ത് EduIn4U. സീതാലക്ഷ്മി ആദ്യം സെൽഫ് സ്റ്റഡി മോഡ് നോക്കിയിരുന്നില്ലേ, ബുക്സ് ഒക്കെ വെച്ചിട്ട് ഫ്രണ്ട്സിന്റെ? അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ക്ലാസ് ടൈം അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ എന്തായിരുന്നു നമ്മുടെ കോഴ്സിന് കുറച്ച് ഡിഫറെന്റ് ആയി തോന്നാനുള്ള കാരണം? എനിക്ക് ആദ്യം ഈ ക്ലാസ്സിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ക്ലാസ് ഒന്നും കേറണ്ട, നമുക്ക് ആൾറെഡി നമ്മൾ BSc പഠിച്ചല്ലേ, ആ ഒരു നോളജില് ബുക്ക് മേടിച്ച് പഠിക്കുമായിരുന്നു. അതാണെങ്കിൽ ഒത്തിരി ഡീപ്പായിട്ട് പോവായിരുന്നു. പക്ഷെ അത് ഓൾഡ് എഡിഷൻ ആയിരുന്നു. നമ്മൾ ആൾറെഡി പഠിച്ചതായിരുന്നെങ്കിലും
എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയം നമുക്കത് പറഞ്ഞു തരുമ്പോൾ ഇച്ചിരിയും കൂടെ എളുപ്പമായിരുന്നു മനസ്സിലാക്കാനായിട്ട്. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർ പറഞ്ഞു തരും. ഒരാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് തുടങ്ങുമ്പോൾ ഫസ്റ്റ് അവർ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. മാം അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചത്. അല്ല, ഒരു സിസ്റ്റം വൈസ് പഠിപ്പിക്കുമ്പോൾ സിസ്റ്റം വൈസ് തീർന്നു കഴിഞ്ഞ് ഉടനെ തന്നെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നോട്ട്സും PDF ഒക്കെ തരും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. സീതാലക്ഷ്മി ഏത് ഇയർ ആയിരുന്നു പാസ് ഔട്ട് BSc? ഞാൻ 2016. ഓക്കെ, അപ്പൊ 2016 കഴിഞ്ഞ പിന്നെ പഠിപ്പ് എന്നുള്ള ബേസിലേക്ക് ഇപ്പൊ NCLEX കയറിയപ്പോഴാണ് പിന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പിന്നെ വന്നത്. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കർ ടു എ സ്റ്റുഡന്റ് എന്ന ലൈഫ് ട്രാൻസിഷൻ. ഞാൻ പഠിച്ചിറങ്ങിയപ്പം ഞാനത് ഇത് മതിയല്ലോ, ഇനിയൊന്നും പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ സൗദി വന്നപ്പോ എനിക്ക് ആ ഫാമിലിയുടെ കൂടെ ഇരിക്കണമെന്ന് ഒരു ഇമ്പോർട്ടന്റ് തോന്നി. ഞാൻ കുറെ മിസ് ചെയ്യുമായിരുന്നു. കൊച്ചുങ്ങളെല്ലാം നാട്ടിലല്ലേ, ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുക, ചുമ്മാ പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ, അങ്ങനെ തോന്നിയപ്പോ എനിക്കിന്ന് വേറെ കൺട്രിയിലോട്ട് നമുക്ക് പോവാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ കൊണ്ടുപോകാലോ, അങ്ങനെ ഓർത്തിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഒരു നല്ല കൺസൾട്ടൻസി കിട്ടിയിട്ടില്ലായിരുന്നു. കുറേ ഇങ്ങനെ ഞാൻ തപ്പി പിന്നെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു കൺസൾട്ടൻസി കൊണ്ട് അവരാണെങ്കിൽ കാനഡയ്ക്ക് ഉള്ള എല്ലാ പ്രോസസ്സും ചെയ്തു തരും. പ്രോസസ്സ് തുടങ്ങിയപ്പോൾ എന്നാലും പെട്ടെന്ന് നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആൾറെഡി പഠിച്ചിരുന്നെങ്കിലും അതാണെങ്കിൽ ഇത്തിരി ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഡ്യൂട്ടി ഉണ്ട്, വർക്കുണ്ട്. പക്ഷെ ഡ്യൂട്ടി ടൈം നമുക്ക് 3 ഷിഫ്റ്റ് ഉണ്ട്, മോർണിംഗും ഈവനിങ് നൈറ്റ്. ആ 3 ഷിഫ്റ്റിന് ഇടയ്ക്ക് നമുക്ക് ഒന്നുമില്ല ഈ ക്ലാസ്സിന് വേണ്ടി ഒരു ടൈം ഇങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കുവാണെങ്കിൽ അത് പറ്റുന്നില്ലായിരുന്നു. നമുക്ക് ഇന്ന് ക്ലാസ് തീരുവാണെങ്കിൽ അന്ന് തന്നെ ഈവനിങ് എഡിയൻ ഫോർ യു ടീം റെക്കോർഡഡ് ക്ലാസ് അപ്ലോഡ് ചെയ്യും. ആ ക്ലാസ് ആണെങ്കിൽ എൻ്റെ ഡ്യൂട്ടി സമയം നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിലും ഞാൻ എൻ്റെ ഹെഡ്ഫോൺ ഇട്ടിട്ട് ഞാൻ അത് കേൾക്കും. ടെക്സ്റ്റ് നോക്കി അധികം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഇടയ്ക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമല്ലോ, ഒരു 10 മിനിറ്റ് കിട്ടുവാണെങ്കിലും ആ 10 മിനിറ്റ് ഞാൻ എനിക്ക് അയച്ചു തന്ന നോട്ട്സ് ഒക്കെ ഞാൻ വായിക്കും. റെക്കോർഡ് ക്ലാസ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. 5 മിനിറ്റ് നമുക്ക് സമയം കിട്ടുവാണെങ്കിലും ഞാൻ അത് ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കാമല്ലോ, ക്വസ്റ്റ്യൻ ആൻസർ, ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആയിരിക്കും. എന്നാലും ഞാൻ അത് നോട്ട്സ് കണ്ടില്ലെങ്കിലും പക്ഷെ കേൾക്കണമെന്നല്ലോ, നമുക്ക് കേൾക്കുവാണെങ്കിലും അത് മനസ്സിലാവും. അതാണെങ്കിൽ കൂടുതൽ നമുക്ക് ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ച് മാം പറയുമ്പോൾ ആ വോയിസ് ആണ് എൻ്റെ എക്സാമിന്റെ സക്സസിന്റെ സ്റ്റോറി എന്ന് പറയാം. കൂടുതലും ഡിസ്ട്രാക്ഷൻ ഉണ്ട്, ഫാമിലിയുടെ പ്രഷറും കുറേ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. സീതാലക്ഷ്മി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മുടെ ട്യൂട്ടേഴ്സ് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, സുധലക്ഷ്മി തന്നെ പറഞ്ഞു. അടിപൊളിയായിരുന്നു ട്യൂട്ടേഴ്സ്. അവരുടെ വോയിസ് തന്നെയാണ് സീതാലക്ഷ്മിയുടെ ഒരു സക്സസിന്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറയാൻ അല്ലേ? അതെ, ഒരു വേർഡ് പോലും മിസ് ചെയ്യാതെ അത് എത്ര തവണ റിപ്പീറ്റ് ആയിട്ട് ആ വേർഡ് വരുവാണെങ്കിൽ പിന്നെ ആണെങ്കിൽ നമ്മളോട് ചോദിക്കും മനസ്സിലായോ, അല്ല ഇന്ന് ഒരു പ്രാവശ്യം കൂടെ പറയണോ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്ക്, അങ്ങനെ മാം പറയും. അപ്പൊ അത് എനിക്ക് ഒത്തിരി മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് അവർ തരുന്ന മെറ്റീരിയൽസ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. മീൻസ് അത് നമുക്ക് എക്സാം പാസ് ആവുന്നുള്ള എന്തുവാ വേണ്ടത് അത് മാത്രം അവർ പറഞ്ഞു തരും. ഒട്ടും പേടിക്കേണ്ട, ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ അടുത്തത് എല്ലാം ക്വസ്റ്റ്യനും കുളവാക്കി വെക്കും. അതായത് ടെൻഷൻ അടിക്കാതെ നമുക്ക് 150 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്, അത് മൊത്തം നമുക്ക് ആൻസർ ചെയ്യണം, അങ്ങനെ ഓർത്തിട്ട് പോകണം. ഒട്ടും എനിക്ക് ടെൻഷനേ ഇല്ല. മാം പറഞ്ഞത് എനിക്ക് എൻ്റെ തലയിൽ അങ്ങനെ വരുമായിരുന്നു, ഒരിക്കലും ടെൻഷൻ അടിക്കരുത്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാ, അങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് അറിയാന്നുള്ളത് മാത്രം ചെയ്താൽ മതിയെന്ന്. പക്ഷെ മാം പറഞ്ഞു തന്ന എല്ലാ ടിപ്സും ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യുന്ന സമയം അത് ഇത്ര യൂസ്ഫുൾ ആയിരുന്നു. സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ മാത്രമായിട്ടില്ല, വിത്ത് മോട്ടിവേഷൻ കൂടിയായിരുന്നു അല്ലേ ക്ലാസ്സസ് ഒക്കെ? മോട്ടിവേഷൻ ആണ് നമുക്ക് വേണ്ടത്. സ്റ്റഡി ആണെങ്കിൽ ആരെങ്കിലും പറയും എനിക്ക് പഠിക്കണമെന്ന്, പക്ഷെ അതിന് പഠിച്ചെടുക്കാനുള്ള മോട്ടിവേഷൻ വേണം. മോട്ടിവേഷൻ ഇല്ലാതെ ആരും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. റെക്കോർഡഡ് ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ വീണ്ടും കേൾക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. കുറെ ആ ടോപ്പിക്ക് ക്ലിയർ ആകുന്നവരെ ഞാനത് കേൾക്കും. അങ്ങനെ കേട്ടാണ് എനിക്ക് പഠിക്കുന്നതിനാട്ടിലും ഞാൻ കേട്ടാണ് എക്സാം പാസ് ചെയ്തത്. ഇപ്പൊ ടെക്സ്റ്റ് വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ കേട്ട് പഠിക്കുന്നു, അത് രണ്ടും കൂടെയാണ് നമ്മൾ സക്സസ് ആയിട്ട് പോകും. അങ്ങനെ അല്ലാതെ ടെക്സ്റ്റ് മാത്രം നമുക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ല. റെക്കോർഡിംഗ് ക്ലാസ്സും വേണം, അതിനാണ്
നമ്മുടെ എഡിൻ ഫോർ ഈ ടീമാണെങ്കിൽ എല്ലാം മാം എനിക്ക് പ്രത്യേകം പറയണ്ട, ഒത്തിരി 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 നന്ദി. ഞാൻ എത്ര പറഞ്ഞാലും അത് മതിയാവത്തില്ല. ഇതുപോലെ ഞാൻ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല മാം. ഫസ്റ്റ് ക്ലാസ്സാ, എന്നാലും എനിക്ക് അത് എങ്ങനെ പറയുന്നത്, എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. അത്രയും നന്ദി. ആൻഡ് വി ആർ സോ ഹാപ്പി വിത്ത് ദാറ്റ്. അതും ഇത്രയും ഒരു ഹാർഡ് ടൈം ഉള്ള സമയത്താണെങ്കിൽ ഇവൻ അമ്മയ്ക്ക് വയ്യ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വർക്ക് നോക്കണം, വേറെ കുറെ പേഴ്സണൽ ഇഷ്യൂ കൂടി വരുമ്പോ അതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്ത് പോണെങ്കിൽ ഇറ്റ്സ് എന്താ പറയാ, ഒരു വുമൺ എന്ന നിലയിൽ ഭയങ്കര ഒരു എന്താ പറയാ ഒരു പവർ തന്നെയാണത്. എന്തായാലും സീതാലക്ഷ്മി ഹാപ്പി ആണെന്ന് ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ സർവീസിൽ. അപ്പൊ സീതാലക്ഷ്മി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ക്ലയന്റ് കോർഡിനേറ്റേഴ്സ്, അവരുടെ ഒരു സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻഫ്ലെക്സ് എക്സാം എഴുതണം, എപ്പോ എഴുതണം, എനിക്കാണെങ്കിൽ ഡിസംബർ മാസം ആ സമയത്ത് എനിക്ക് വെക്കേഷൻ കിട്ടുള്ളൂ, ആ സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണോ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം മാം പറഞ്ഞു, ധൃതി പിടിച്ച് ഒന്നും ഇങ്ങനെ എക്സാമിന്റെ ഡേറ്റ് എടുക്കണ്ട, ഒന്നുകൂടെ ഒന്ന് തിങ്ക് ചെയ്യേ, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് അത് എമർജൻസി ലീവ് കിട്ടുവാണെങ്കിൽ ആ സമയത്ത് എഴുതിയാൽ മതി. നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മൾ എക്സാം ട്രൈ ചെയ്ത് നോക്കിക്കേ, അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. റിവിഷൻ ക്ലാസ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മാം കുറേ PDF, അതായത് ടൈപ്പ് ചെയ്ത PDF ക്വസ്റ്റ്യൻ ആൻസറും വാട്സാപ്പിലോട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അതൊക്കെ റെഫർ ചെയ്തിട്ട് നീ പഠിച്ചിട്ട് പേടിക്കാതെ പോയി പരീക്ഷ എഴുതാൻ മതി എന്നൊക്കെ പറഞ്ഞു. മാമിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഞാനത് അത്രയും പേടിച്ചിട്ടില്ല. എല്ലാം പറഞ്ഞു തന്ന് നല്ലതായിട്ട് മനസ്സിലാക്കി. ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ ഞാൻ എക്സാമിന്റെ തലേദിവസം വരെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതല്ല നമുക്ക് മോട്ടിവേഷൻ, അതല്ല വേണ്ടത് ആ സമയത്ത്, പേടിച്ചിട്ടിരിക്കുന്ന സമയം. അങ്ങനെ പറഞ്ഞതൊന്നും മാം എല്ലാരും എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി എന്താണ് ഇപ്പൊ സീതാലക്ഷ്മിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? കാനഡ എപ്പോഴാണ് പറക്കുന്നത് കാനഡയിലേക്ക്? എനിക്കാണെങ്കിൽ പ്രൊവിഷണൽ ലൈസൻസ് കിട്ടി, കഴിഞ്ഞ വർഷം ജൂൺ മാസം കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻക്ലക്സിന്റെ റിസൾട്ട് കിട്ടിയല്ലോ, എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വിസ പ്രോസസ്സും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഈ വർഷത്തിനുള്ളിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. സീതാലക്ഷ്മി ഇതേ ഇത്രയും ഒരു പ്രഷർ സിറ്റുവേഷനുള്ളിൽ നിന്നും ഇത് ഇത്ര ട്രൈ ഔട്ട് ചെയ്ത് പഠിച്ച്, ഇത്ര ഡെഡിക്കേഷൻ എഫേർട്ട് ഇട്ട് പഠിച്ച് ഈ ഒരു എക്സാം പാസ്സായി. സീതാലക്ഷ്മിയുടെ ഡ്രീം ആയിരുന്നില്ലേ പുറത്തോട്ട് പോകണം, അല്ലെങ്കിൽ കാനഡ എന്ന രാജ്യത്ത് എന്നുള്ളത്? എന്നെ പഠിക്കുന്ന സമയം, BSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് എനിക്കൊരു ഡ്രീം ആയിരുന്നു കാനഡയ്ക്ക് പോകണം എങ്ങനെയെങ്കിലും. പക്ഷെ ആ സമയത്തൊക്കെ ഒന്നും എനിക്കൊന്നും അറിയത്തില്ല, എൻക്ലക്സ് എഴുതണോ അല്ല ഇങ്ങനെ ഒരു ക്ലാസ്സസ് ഉണ്ടോ, നമുക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം ഒക്കെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എഡിൻ ഫോർ യുടെ ഇത് കേട്ടപ്പോ എനിക്കൊരു ഉറപ്പുണ്ടായി, ഓക്കെ നമ്മൾ കാനഡ പോവും, നമ്മുടെ ഡ്രീം കൺട്രി എത്തും. ഈ റിസൾട്ട് എനിക്ക് നേടാനായിട്ട് ഹെൽപ്പ് ചെയ്ത എഡിൻ ഫോർ യു ടീം മാത്രമാണ്, അത് ഞാൻ ഉറപ്പായിട്ട് പറയും. ഞാൻ പ്രാർത്ഥിച്ചു, അതിനേക്കാട്ടിലും കൂടുതൽ എഫോർട്ട് ഇട്ടത് എൻ്റെ ട്യൂട്ടേഴ്സും എഡിൻ ഫോർ യു ടീമാണ്. ഇത് ബിഗിനിങ് തൊട്ട് ഈ സമയം വരെ എനിക്ക് എഡിൻ ഫോർ യു കോണ്ടാക്റ്റിലുണ്ട്. ഞാൻ മാമിനോടൊക്കെ താങ്ക് യു പറയും. മാം പറയും, ഞങ്ങള് പഠിപ്പിച്ചതിനെക്കാട്ടിലും നീ അല്ലേ എഫോർട്ട് ഇട്ടതൊക്കെ. ഒരിക്കലും അവരുടെ ക്രെഡിറ്റ് ഒന്നും അവർ ഏറ്റെടുക്കത്തില്ല. നമ്മൾ പറയും മാം ആണല്ലോ ഇത്രയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഇല്ല നീ ആണോ പഠിച്ചതെന്നൊക്കെ പറയും. അത്രയ്ക്കും ഒരു കൈൻഡ്നെസ് ഉണ്ട്, അത് ഞാൻ എവിടെയും കണ്ടിട്ടേ ഇല്ല. ഞാൻ പാസ്സായത് എങ്ങനെയാണ്, എനിക്ക് നല്ല ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് നോട്ട്സ് തന്നായിരുന്നു, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, 24 hours നമ്മൾ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് മെയിൽ ID ഉണ്ട്. പിന്നെ മാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമുക്ക് പഠിപ്പിക്കുന്ന ട്യൂട്ടർ ആണെങ്കിലും സമയമൊന്നും നോക്കത്തില്ല, നമ്മുടെ മെസ്സേജ് കണ്ട ഉടനെ തന്നെ നമുക്ക് അതിന് സൊല്യൂഷൻ പറഞ്ഞു തരും. ചിലപ്പം ചെറിയ നമുക്ക് ഷോർട്ട് വീഡിയോസ് അയച്ചു തരും. അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ട് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ആ സമയം എഡിൻ ഫോർ യു ടീമാണ് എനിക്ക് അതൊക്കെ ക്ലാസ് എങ്ങനെ അവര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഡെമോ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. അപ്പൊ എന്തായാലും ഞങ്ങളും ഹാപ്പിയാണ് സീതാലക്ഷ്മിയുടെ ആ ഡ്രീം കൺട്രിയായ കാനഡയിലോട്ട് പറക്കാൻ ഞങ്ങളും EduN4Uയുടെ എൻക്ലക്സാറൻ കോച്ചിങ് ഒരു പാർട്ട് ആവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് സീതാലക്ഷ്മിയുടെ എഫേർട്സ് ദാറ്റ് വി ഷുഡ് അപ്രീഷിയേറ്റ്. അതും ഇത്രയും ഹാർഡ്ഷിപ്പ് ആൻഡ് പ്രഷേഴ്സ്, അതും പേഴ്സണൽ വർക്ക് എല്ലാം ഉള്ള സമയത്തും ആ ഒരു ടൈം കണ്ടെത്തി, ഈവൻ നമ്മള് കേട്ട് പഠിക്കുന്ന ഇതാണെങ്കിലും റെക്കോർഡ് ക്ലാസ് കേട്ട് പഠിക്കുന്നതാണെങ്കിലും നോട്ട്സ് എഴുതിയെടുക്കാനുള്ള ഒരു ശുഷ്കാന്തി വന്നല്ലോ, ആ ഒരു മോട്ടിവേഷൻ വന്നല്ലോ, അത് മതി.
അപ്പൊ അത് മതി നമ്മുടെ ഇനി NCLEX സാറിനെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമാവാനും. അപ്പോ ഐ വിഷ് സീതാലക്ഷ്മിയെ പോലെ ഇനിയും ഞാൻ പേടിച്ച് എല്ലാ പ്രഷേഴ്സിട്ട് എനിക്കിനി പഠിക്കാൻ പറ്റുമോ, എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീമിലേക്ക് ഇനി എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ഡൗട്ട്ഫുൾ ആയിരിക്കുന്നവർക്കും സീതാലക്ഷ്മി ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഞങ്ങൾക്കും സീതാലക്ഷ്മിയുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോണിന്റെ ഭാഗമായിട്ട് മാറാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. So thank you so much for choosing EduN for you and we are happy in your success. Thank you so much, Edin, for your team.